ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ജസ്. ഞാനിന്ന് ചെറിയൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. മെയിൻ സബ്ജക്റ്റ് എന്താണെന്ന് ഫസ്റ്റ് തന്നെ പറയാം. ഡോണ്ട് റിയാക്ട്, കട്ട് ദം ഓഫ് സൈലൻ്റ്ലി. അതെ, നമ്മൾ ചെറിയ കാര്യങ്ങളിലെ നമുക്ക് വരുന്ന നെഗറ്റീവ് എനർജികളൊക്കെ നമ്മൾ തള്ളിവിടുക, അതിനെ റിയാക്ട് ചെയ്യാണ്ട് അതിനെ സൈലൻ്റ് ആക്കിയിട്ട് ഒഴിവാക്കി വിടുക നമ്മളെ ആരോഗ്യത്തിനും നമ്മളെ മനസ്സമാധാനത്തിനും ഏറ്റവും ബെറ്റർ അതാണ്. അല്ല അൻസോ? അൻസോ എന്താ പറയല്ലേ? ശരിയാണ് എന്ന് പറ. അങ്ങനെ നമ്മൾ ആരെങ്കിലും നമുക്ക് മനസ്സിലാവും അയാൾ ചെയ്യുന്നത്, നമുക്ക് മനസ്സിലാവും നമുക്ക് നെഗറ്റീവാണ് അവരുണ്ടാക്കുന്നത്, നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളെന്താ റിയാക്ട് ചെയ്യാൻ പോവുക? ഒന്നും മിണ്ടണ്ട, വിടുക, വെറുതെ വിടുക, സൈലൻ്റ്ലി അവരെ വെറുതെ കട്ട് ചെയ്യുക അല്ലേ. നമുക്കെന്താ തോന്നുന്നത്, അവർ വലിയ നെഗറ്റീവാണ്, നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ ആരോഗ്യമാണ് നഷ്ടപ്പെടുക അല്ലേ, നമ്മളെ മനസ്സമാധാനമാണ് പോവുക. കൂടുതൽ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുക, അതിനവരോട് അപ്പം അവർ ചോദിക്കാൻ പോവുക, അതൊക്കെ നമുക്കെന്താവും ഭയങ്കര വിഷമാവും. അപ്പം അതിനല്ലേ അതെ, അത് ചെയ്യുന്ന ആളും അത് പ്രവർത്തിക്കുന്ന ആളുമാണ് എന്ത് നെഗറ്റീവ് അയാളാണ് നെഗറ്റീവ്. അപ്പോൾ ആ നെഗറ്റീവ് നമുക്ക് എന്തിനാണ് വെറുതെ സ്പ്രെഡ് ആക്കുന്നത്? നമ്മളെന്താ ചെയ്യേണ്ടത്? ഒഴിവാക്കി വിടുക. അങ്ങനത്തെ ഷിറ്റ് ആൾക്കാരെ അല്ലെങ്കിൽ ഷിറ്റ് തിങ്സ് ഒഴിവാക്കുക ഗൈസ്. അതാണ് മെയിൻലി എനിക്ക് വുമൻസിനോടാണ് പറയാനുള്ളത്. കാരണം വുമൻസിനാണ് കുറച്ചും കൂടി ഇമോഷണലി വീക്കായ ആൾക്കാർ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് വാല്യൂ നമ്മൾ തന്നെ വാല്യൂ കൊടുക്കുന്ന പോലെ നമ്മൾ തന്നെ വേറെ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യും, ഒരുപാട് വാല്യൂ കൊടുക്കും. പക്ഷെ തിരിച്ചൊന്നും അങ്ങനെ നമുക്കത് വിചാരിച്ച പോലെ കിട്ടത്തില്ല. അപ്പം നമ്മൾ ഭയങ്കര ഹേർട്ടാവും, നമ്മളെ ഹെൽത്ത് നമ്മളെ വെൽത്ത് എല്ലാം നശിക്കും ആ ഒരു ചെറിയ കാര്യം കൊണ്ട്. അതുകൊണ്ട് അതിനെ കട്ട് ചെയ്ത് വിടുക, സൈലൻ്റ്ലി അതിനെ കട്ട് ചെയ്ത് വിടുക അങ്ങോട്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് കൂടുതൽ മരുന്നൊന്നും എനിക്കറിയില്ല, ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല, വേറെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഗൈസ്, അത് ഏറ്റവും വലിയ മരുന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാൻ, നെഗറ്റീവ് നമ്മൾ വെറുതെ നമ്മളെ മേലേക്ക് കൊണ്ടുവരാണ്ടിരിക്കുക, അതിനെ ഒഴിവാക്കി വിടുക. പല ആൾക്കാർക്ക് വരയ്ക്കാനും അല്ലെങ്കിൽ മിണ്ടാണ്ട് നമ്മളെ നോക്കാനും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് നിന്നിട്ട് പിന്നെ നമ്മൾ നെഗറ്റീവ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സെറ്റായി വരുന്നുണ്ട്, അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല, അത് ഇഷ്ടമാവണില്ല, അവൻ എങ്ങനെയെങ്കിലും താഴ്ത്തിടണമെന്ന് വിചാരിക്കും, അല്ലെ അവൻ എങ്ങനെയെങ്കിലും താഴ്ത്തിടണം വിചാരിച്ചിട്ട് വേറെ പല വഴി കൂടെ നമ്മളെന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യാനും നമ്മൾ എങ്ങനെയെങ്കിലും അടിച്ചു വീഴ്ത്താനൊക്കെ നോക്കും. പ്രവർത്തിയിലൂടെ നോക്കും, സംസാരത്തിലൂടെ ചിലപ്പോൾ ഒരു സൈലൻ്റ് ആയിട്ട് നിൽക്കും, നമ്മുടെ ഒരു മിണ്ടാത്ത നമ്മളങ്ങോട്ട് എവിടെ നമ്മളങ്ങ് നശിച്ച് പോട്ടെ, നമ്മൾ അത് കണ്ടിട്ട് അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് പോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരോടൊന്ന് റിയാക്ട് ചെയ്യാൻ നിൽക്കരുത്, അത് ഷിറ്റ്സാണ്. അവരെ ഒഴിവാക്കി വിടുക, സൈലൻ്റായിട്ട് ഒഴിവാക്കി വിടുക. നമുക്ക് മനസ്സമാധാനമുള്ള സ്ഥലത്ത് നമ്മൾ ജീവിക്കുക അല്ലെ നിൽക്കുക. അത് ഇനി വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആയിക്കോട്ടെ, നമ്മളെ സൗഹൃദങ്ങളായിക്കോട്ടെ, നമ്മൾ ലവേഴ്സ്, ബോയ് ഫ്രണ്ട്, എവ്രിബഡി എവ്രിതിങ് എന്തോ ആയിക്കോട്ടെ ഗായ്സ്, അവിടുന്ന് നമ്മൾ കട്ട് ഓഫ് ചെയ്യുക, തിരിഞ്ഞ് പോവുക. നമുക്കത് വേണ്ട. സോ ഗായ്സ്, ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ഇരുന്നാൽ മതി, നമുക്കെപ്പോഴും പീസ്ഫുള്ളായിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി. ആരെങ്കിലും നെഗറ്റീവായിട്ട് നമ്മളെ മേലെ വരികയാണെങ്കിൽ സൈലൻ്റായിട്ട് വരാം, വയലൻ്റായിട്ടും വരാം, അവരെ ഒഴിവാക്കുക, അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കി വിടാം. മിണ്ടാണ്ട് അവർക്കുള്ള റിവഞ്ച് അതാണ്, അല്ലെ അവർക്കുള്ള ഒരു പ്രതികരണം എന്നുള്ളത് അതാണ്. മിണ്ടാണ്ട് അങ്ങ് ഒഴിവാക്കി വിടുക. ഷിറ്റ്സ്, ദേ ആർ ഷിറ്റ്സ് ലാൻസ് ബി. അപ്പോൾ ഇന്നത്തെ ഈ വിഷയം അവസാനിച്ചിരിക്കുന്നു. ഞാൻ എപ്പോഴും പറയണമെന്ന് വിചാരിക്കും, ഓരോരോ കണ്ടൻസ് അല്ലെ ഓരോരോ സബ്ജക്റ്റ് ഓരോ ദിവസം പറയണമെന്ന് വിചാരിക്കും. പക്ഷെ എനിക്ക് പറയണം തോന്നി, ചില കാര്യങ്ങൾ നമ്മൾ ഫീൽ ചെയ്യുമല്ലോ, കൂടുതലായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് അങ്ങ് പറയാം. ചില പെൺകുട്ടികൾ അല്ലെങ്കിൽ ചില ആൺകുട്ടികൾ വിചാരിച്ചിരിക്കും, എന്ത് ചെയ്യും, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ഞാൻ ഭയങ്കര വിഷമത്തിലാണ്. അങ്ങനെ ചിന്തിക്കണ്ട. നമുക്ക് നല്ലതുള്ളത് പടച്ചുവാൻ അല്ലെങ്കിൽ ദൈവം നമുക്ക് എപ്പോഴും വെക്കും. നമുക്ക് നല്ലതല്ലാത്തത് കൊണ്ടാണ് അവരൊക്കെ നമ്മളെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് വെറുതെ ഒഴിവാക്കി വിടുന്നത്. അത്ര വിചാരിച്ചാൽ മതി. ഇറ്റ്സ് ഓക്കെ ഗൈസ്, ദാറ്റ്സ് ഇനഫ്. നമുക്ക് പോയി ഉറങ്ങാം. ഐ ആം ഹാപ്പി ആൻഡ് പീസ്. ഐ ആം ഹണി and me, ummi and Shubiru ummi. Bye guys.